എല്ലാവർക്കും നമസ്കാരം. മരുന്നില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അക്യുപഞ്ചർ അറിയുന്നതിന് മുന്നേ വരെ എന്ത് മരുന്ന് കുടിച്ചിട്ടാണ് മാറണ്ടേന്ന് ചോദിച്ചു ഞാൻ ആയുർവേദം, അലോപ്പതി, സിദ്ധ, ഹോമിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ മരുന്ന് കുടിച്ചപ്പോഴും ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് ശരീരത്തിനെ അറിയുന്ന ഈ അക്യുപഞ്ചറിന് പഠിച്ചപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു മാറ്റം കണ്ടത്. കാരണം അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചത് മുതൽ എൻ്റെ ശരീരത്തിന് മാറ്റം വരാൻ തുടങ്ങി. അതിനുശേഷം പഠിച്ചപ്പോഴാണ് ഇതെന്താണെന്നുള്ളത് ശരിക്കും അറിഞ്ഞത്. ഓരോ വ്യക്തിയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ശരീരം എപ്പോഴാണ് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ ആ വിശപ്പിനെയും ദാഹത്തിനെയും ക്ഷീണം വരുമ്പോൾ വിശ്രമത്തിനെയും ഉറക്കവും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടുന്നത് കാണാം. ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരാളോട് പോയിട്ട് നിങ്ങളുടെ ഒരു വിഷമം പറയണ്ട. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഹീലാവുന്ന കാണാം ആ പ്രോസസ്സിലൂടെ തന്നെ. നിങ്ങൾ വിശന്ന് ആഹരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ സമനില കൂടി കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അസുഖമില്ലാണ്ട് ജീവിക്കണ്ടെങ്കിൽ ഏറ്റവും വേണ്ടത് അസൂയ, പക, ദേഷ്യം ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാകണം. മറ്റുള്ളവരോട് എന്തൊക്കെ ദേഷ്യവും അസൂയ, പക ഇങ്ങനത്തെയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല. അതിൻ്റെ ആ ഒരു എഫക്റ്റ് ബോഡിയിൽ കാണിക്കുന്നതും കാണാം. ഇതൊന്നുമില്ലാതെ നമ്മൾ പറയില്ലേ, നമ്മളെല്ലാവരും പറയും എപ്പോഴത്തെ കാലം നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നു കുട്ടിക്കാലമായാൽ മതിയെന്ന് അല്ലേ? കുട്ടിക്കാലമാകണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്താ പകയുണ്ടോ, ദേഷ്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? അവരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാട് തന്നെ സോൾവ് ആക്കി അവർ പിന്നെ വീണ് പൊട്ടിയാലോ എണീച്ച് നടക്കുന്നതാണ്. അവരത് അത്രയും മറന്നു. നമ്മളെങ്കിൽ അങ്ങനെയാണ്. ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു പിന്നെ അവരോടുള്ള ദേഷ്യമായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് പ്രതികരിക്കൽ, ചിലപ്പോൾ അങ്ങോട്ട് അടി ചെയ്യൽ, ഇതൊക്കെയായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയാട്ടെ, ആ കുഞ്ഞുങ്ങൾ ജനിച്ച പാടുള്ള കുഞ്ഞുങ്ങളെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ലൈഫ് കിട്ടും. ആരോടും പകയും വിദ്വേഷവും ദേഷ്യവും ഒന്നുമില്ലാതെ. അതുപോലെ ശരീരത്തിന് വിശപ്പ്, ദാഹം, വിശ്രമം, ഉറക്കം ഇത് 4 നോക്കി ജീവിച്ചാൽ തന്നെ ഒരു മരുന്നില്ലാണ്ട് അത്രയും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റുള്ളവരെ താരതമ്യം ചെയ്യുന്നത്, നമുക്കിതില്ല മറ്റുള്ളവർക്ക് അതുണ്ട്, ഇങ്ങനത്തെ ഒരു കമ്പാരിസണല്ല നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾക്ക് എന്താണോ ഉള്ളത് നമ്മളുടെ ശരീരത്തിനെ സന്തോഷിക്കുക. ഉള്ള ശരീരത്തിന് എന്തൊക്കെയുണ്ട്, ആ ഒരു ബോഡീനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, ആ ബ്ലെസ്സിങ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. നമുക്ക് ആരെല്ലാം ഉണ്ട് ഫാമിലിയിൽ അവരെയൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ബ്ലെസ്സിങ് ചെയ്യുക. നമുക്ക് വീടുണ്ടോ, ഓരോ കാര്യത്തിനും നമ്മൾ ഒരു നന്ദിയുള്ള മനുഷ്യരായിട്ട് നിൽക്കുക. അതും ഇന്നത്തെ ദിവസം മാത്രം ജീവിക്കാൻ നോക്കുക. നമുക്ക് നാളെ ഉണ്ടോയെന്ന് അറിയില്ല. ഇന്നലെ കഴിഞ്ഞത് നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം. അല്ലാണ്ട് ഇന്നലത്തെ വിഷമം പേറി ഇന്ന് നടക്കുകയല്ല വേണ്ടത്. ശരിക്കും അങ്ങനെ ഒരു ലൈഫ് നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അസുഖവും ഇല്ലാണ്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പറ്റും. മനുഷ്യന്മാർക്ക് എല്ലാ വികാരം വരും. പക്ഷേങ്കിൽ ആ സങ്കടം വന്നാൽ പോലും ആ ചെറിയ ടൈം കൊണ്ട് നമുക്ക് അതിലൊരു ബ്ലെസ്സിങ് ഉണ്ടാവും. എന്ത് വന്നു കഴിഞ്ഞാലും അത് അറിഞ്ഞ് അതിൻ്റെ എന്താണോ ആ സങ്കടത്തിന് പിന്നിലുള്ളത് എന്നുള്ള ബ്ലെസ്സിങ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു നമുക്ക് കിട്ടേണ്ട ഒരു അറിവുണ്ടാവും. അപ്പോൾ അതെടുത്ത് ജീവിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇത് നമ്മൾക്ക് എപ്പോഴും ടെൻഷനാണ്, ഭയമാണ്. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തിനുള്ള ടെൻഷനാണ്, മരണ ഭയം, ജീവിക്കാനുള്ള ഭയം, മറ്റുള്ളവരെ ഭയം, ഭയത്തിനെക്കുറിച്ച് അല്ലെ പേടിയാണ് നാളെ എന്താവും, ഇങ്ങനെ ആദ്യം പിടിച്ചിട്ട് ജീവിക്കും. നമ്മളെപ്പോൾ ഫ്യൂച്ചറിനെ നോക്കി മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് അസുഖങ്ങളും എല്ലാം വരുന്നത്. ഇന്നത്തെ ദിവസം ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അത് ഭയങ്കര, ഈ ഭൂമിയിലാണ് സ്വർഗം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പണ്ടുള്ള ഞാൻ അങ്ങനെയായിരുന്നു. എല്ലാത്തിനും കുറ്റവും ഞാൻ ഏറ്റവും നിർഭാഗ്യവതി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഞാനുണ്ടായിരുന്നു. പക്ഷേ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതോടുകൂടി എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനം, ശാന്തി വരാൻ തുടങ്ങി. അതിലൂടെ തന്നെ മിക്ക രോഗങ്ങളും ഒറ്റ ആ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ പോകാൻ വേണ്ടി തുടങ്ങി. മനസ്സിന് സമാധാനം കിട്ടി. നമ്മളൊരു സൈക്കറാട്രിസ്റ്റിൻ്റെ അടുക്കും പോവാണ്ട് തന്നെ നമ്മുടെ മനസ്സിനൊരു ഫലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണുന്നത് ഞാൻ അതാണ്. നമ്മുടെ ഒരു കാര്യം പറയാണ്ട് നമ്മൾ ഹീലാവുന്നത് ആ എനർജി ബോഡിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഒരു മരുന്നും കഴിക്കാണ്ട് ലൈഫിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും ലാഭമാണ്,
പൈസയും ലാഭമാണ് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ആ സമയം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാഷൻ അതിലേക്ക് ആ ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ബ്ലെസ്ഡായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് മരുന്നെല്ലാം ഒഴിവാക്കി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കൂ. ഓക്കെ, താങ്ക് യു.